എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്നാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 മുതൽ ആണ് ആരംഭിക്കുന്നത്. മത്സരം തത്സമയം സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും കാണാൻ സാധിക്കുന്നതാണ്. ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ റെക്കോർഡ് വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ ആയിരിക്കും ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത്. ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ച് ഈ പരമ്പര തൂത്തുവാരാൻ തന്നെ ആയിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ കൂടുതൽ യുവതാരനിരയുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്നത്തെ മത്സരത്തിലും ഇന്ത്യൻ ടീമിലില്ല. KL രാഹുലിന്റെ കീഴിലാണ് ഇന്ത്യ ഇന്ന് മത്സരത്തിനിറങ്ങുന്നത്. സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, അർഷദീപ് സിംഗ് തുടങ്ങി നിരവധി യുവതാരങ്ങൾ ഇന്ത്യക്കൊപ്പം ഈ മത്സരത്തിൽ ഉണ്ട്. അതിൽ എല്ലാവരും തന്നെ മികച്ച ഫോമിലുമാണ്. വമ്പൻ താരനിരകൾ ഉള്ള സൗത്ത് ആഫ്രിക്കയെ ആദ്യ മത്സരത്തിൽ അവരുടെ നാട്ടിൽ വെച്ച് തന്നെ പൂട്ടാൻ ഇന്ത്യൻ താരങ്ങൾക്ക് വളരെ അനായാസം സാധിച്ചു. ഇനി ഇന്ത്യയുടെ രണ്ടാം ഏകദിന മത്സരത്തിന്റെ സാധ്യത 11ലേക്ക് വന്നാൽ ഓപ്പണർമാരായി ഋതുരാജ് ഗെയ്ക്വാദും സായി സുദർശനും ഇറങ്ങും. 3-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ എത്തും. വിരാട് കോഹ്ലി പരമ്പരയ്ക്കില്ല, അതുകൊണ്ട് തന്നെ ആ റോളിൽ കളിക്കാൻ ശ്രേയസ് അയ്യരാണ് ഉത്തമം. 4-ാം നമ്പറിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ KL രാഹുൽ ആയിരിക്കും ഇറങ്ങുക. 5-ാം നമ്പറിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ മലയാളി താരം സഞ്ജു സാംസൺ എത്തും. സഞ്ജുവിന്റെ മിന്നും പ്രകടനത്തിനായി ആയിരിക്കും ആരാധകർ കാത്തിരിക്കുന്നത്. 6-ാം നമ്പറിൽ സൗത്ത് ആഫ്രിക്കൻ പേടിസ്വപ്നമായ ഇന്ത്യൻ ഫിനിഷർ റിങ്കു സിംഗ് ഇറങ്ങും. ഇനി ബൌളിംഗ് നിരയിലേക്ക് വന്നുകഴിഞ്ഞാൽ അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, അർഷദീപ് സിംഗ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ എന്നിവരടങ്ങിയ മികച്ച ബൌളിംഗ് യൂണിറ്റ് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താന് ഏറ്റവും മികച്ച പ്ലേയിംഗ് 11 തന്നെയാണ് ഇന്നും കളത്തിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയെ തറപ്പറ്റിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ ആണ് ഇന്ത്യ. മറുവശത്ത് സൗത്ത് ആഫ്രിക്ക ആകട്ടെ അവരുടെ സ്വന്തം തട്ടകത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ തോറ്റതിന് പകരം തീർക്കാനുള്ള പ്ലാനുകളും ആയിട്ടായിരിക്കും ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത്. അവരെ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് എങ്ങനെ തകർക്കുമെന്ന് നോക്കി തന്നെ കാണാം. ഇന്ത്യ സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ഇന്നത്തെ മത്സരം കൂടെ ജയിച്ച് ഈ പരമ്പര നേടിയാൽ അത് ചരിത്രമായി മാറുമെന്നുറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.